ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ പാർട്ട് 2 വീഡിയോ. ആദ്യമായി തന്നെ നമുക്ക് തുടങ്ങിയേക്കല്ലേ. ആദ്യമായിട്ടാണ് ഇതുപോലെ മയിലാട്ടമൊക്കെ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് സ്ഥിരമായിട്ട് കണ്ട് മടുത്ത മുഖങ്ങൾ. അപ്പം ഞാൻ ഇവരെ വലിയ മൈൻഡൊന്നും ചെയ്യാതെ അവർക്ക് കുറേ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചപ്പോഴാണ് ഇതിൻ്റെ ഇവിടെ വലിയൊരു മാരത്തോൺ കണ്ടത്. അപ്പോൾ വരൂ ഗൈസ്, ഇവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പോണിക്കുട്ടൻ ഒന്നല്ല, ഒരു 3-4 ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കണ്ട ഇഗ്വാനകൾ അവരവരുടെ കുത്സിത പ്രവൃത്തികൾ ഏർപ്പെട്ടിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ പോണിക്കുട്ടന് കൊടുത്തു. ഒരു പോണിയല്ല, ഇപ്പം അടുത്ത 2-3 പോണിയും കൂടെ വരും. അപ്പം ഒത്തിരി പോണീസ് ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ആടുകളുണ്ടായിരുന്നു, ഇഗ്വാനകളുണ്ടായിരുന്നു. അപ്പം പോണിക്കെല്ലാം കൊടുത്തത് എൻ്റെ കെട്ടിയോൻ തന്നെ കൊടുത്തു. പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു മിനിയേച്ചർ ഹൗസിനെയൊക്കെ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് ഇഗ്വാനകൾക്ക് ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇഗ്വാനകൾക്ക് ഞാൻ കൊടുക്കുകയാണ്. കണ്ടില്ലേ. അപ്പം ഒരാൾ കഷ്ടപ്പെട്ട് മതിൽ വലിഞ്ഞ് കയറിയിട്ട് അവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ അവനെങ്ങനെ കൊടുക്കാനിരിക്കുന്നത്. അപ്പോൾ അവനും ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ചക്കര കുട്ടികൾ ഓടി വന്നത്. അപ്പോൾ ഇവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർക്കും കൊടുത്തു. അങ്ങനെ അവർക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു പൊരിഞ്ഞ അടി നടക്കുന്നത്. കണ്ടില്ലേ, ഇവർ തമ്മിലാണ് ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കൊടുക്കാൻ പോവാ. എന്നാടാ അടി ഉണ്ടാക്കുന്നത് കഴിക്കണം മോനെ, എന്നാടാ കഴിക്കണം. ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു മാതൃത്വം തോന്നുമ്പോൾ മനസ്സിൻ്റെ ഉടമയായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നല്ല രണ്ടല്ല വണ്ടി ഉണ്ടാക്കിയവരൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അമ്മയാണോ അച്ഛനാണോ എന്നറിയില്ല, വലിയൊരു ആമ അത് വന്നു. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അവർ തമ്മിൽ വീണ്ടും അടിക്കൊക്കെ പോയി. ഇവർക്കെല്ലാം ആഹാരം കൊടുത്ത് അവരുടെ വയറ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വയറ് പൊരിഞ്ഞ് ഭണ്ഡാരം അടങ്ങിയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പോയി ഞങ്ങളൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. അമ്മാതിരി ചൂടായിരുന്നു, ചൂട് സഹിക്കാൻ വയ്യ ഗൈസ്, അമ്മാതിരി ചൂട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എലിഫൻറ്റ് ഷോയ്ക്ക് പോവാണ്. എലിഫൻറ്റ് ഷോ അല്ല, നമ്മുടെ ആനക്കുട്ടികളെ കാണാൻ വേണ്ടി പോവാണ്. ഒത്തിരി ആൾക്കാരോട് വന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. ഈ എലിഫൻറ്റിനകത്ത് നമ്മുടെ കണ്ടില്ല, അതിൻ്റെ മണ്ടയ്ക്ക് കയറി നമുക്ക് സഫാരിയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ മുഴുവൻ ചെയ്യും. ഞാനത് ചെയ്തില്ല. എനിക്കെന്തോ അപ്പോൾ എനിക്ക് വലിയ പേടിയോ എന്തോ, എനിക്കതിനോട് ഭയങ്കര ഒരു സ്നേഹമോ കരുണയോ ഒക്കെ തോന്നി. ഞാനത് ചെയ്തില്ല. മകങ്ങ് പോയി പഴവും അതുപോലെ പുല്ലും ഒക്കെ മേടിച്ചിട്ട് വന്നു. എന്നിട്ട് പറ എല്ലാവർക്കും കൊടുക്കുവാണ്. എനിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ പേടി കാരണം ഞാൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് മാറി വന്നു. അപ്പോഴാണ് എന്നെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് അപ്പുറത്ത് ആ കൊച്ചു പിള്ളേർ വരെ കൊടുത്ത്. അവരൊക്കെ ആനയുടെ തുമ്പിക്കയുടെ സൈഡിൽ കൂടെ നടക്കുന്നത്. എനിക്ക് പേടിയായിരുന്നു. ലാസ്റ്റ് ഞാൻ തന്നെ കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് കുറച്ച് പുല്ലൊക്കെ എടുത്ത് ആനയ്ക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ആനയ്ക്ക് പട്ടിപ്പൂച്ചു എൻ്റെ അടുക്ക് എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ലാസ്റ്റ് കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അതൊന്ന് പിടിച്ച് വലിച്ചിട്ട് അത് തിന്നുമല്ലെന്ന് കാണിക്കുന്ന കണ്ടോണേ ഒരുമാതിരി പൂച്ചിച്ച് കണ്ട് ചീച്ച ഓടിക്കുന്ന പോലെ ഏതാണ്ട് കാണിച്ചു ഇങ്ങനെ. അപ്പം ഞാൻ ചമ്മിയതാണ്, പക്ഷേ ഞാൻ വലുതായിട്ട് അത് കാണിച്ചില്ല. അതെന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ജാടയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം വീണ്ടും ആനയെ തൊടാനുള്ളൊരു കൊതി പിന്നെയും മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നതിൻ്റെ പുറകിൽ ബാക്കിയുള്ള പഴങ്ങളൊക്കെ കൊടുത്ത് അതുങ്ങളെ ഒന്ന് സോപ്പിടാമെന്ന് വിചാരിച്ചു. അപ്പം ചറപറമാക്കാൻ പോയി എല്ലാത്തിനും പഴമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞാനും ധൈര്യം സംഭരിച്ചു ഒരെണ്ണത്തിന് പഴമൊക്കെ കൊടുത്തു. പക്ഷേ എനിക്ക് തൊടാൻ ഭയങ്കര പേടിയായി. ലാസ്റ്റ് കണ്ടില്ല എൻ്റെ എക്സ്പ്രഷൻ. എൻ്റെ കെട്ടിയവന് പേടിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ മുഖത്ത് പേടിയില്ലെന്നേ ഉള്ളൂ, പക്ഷേ പുള്ളിയുടെ ഉള്ളിൽ കഴിഞ്ഞ് ഡബ് തുടിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഈ ഫാനിനകത്ത് ഇങ്ങനെ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കിട്ടും. നല്ല രസമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കീഴിൽ കുറേ നേരം നിന്ന് നല്ല ആശ്വാസമായിരുന്നു. പക്ഷേ എങ്കിൽ എന്താ വീഡിയോ എടുക്കാൻ നേരം ഇതുപോലെ പുകപടലങ്ങൾ പോലെ വരും. അങ്ങനെ നമുക്ക് എലിഫൻറ്റ് ഷോ ഇനി
này này đó ai yang có đâu là nó xuống được này đó và ta lại đang lo đến phân công đó và có công ty mỹ không công ty mấy cái khác không công ty mỹ này là cái nhà trong cái này cái chuyện không được này đó đặt cái nhà một cái nhà cái này nó không được nó xuất được này đó và xuất được lên và cái tay nào đây thì đó và ta lại có cái gì đó biết cái nhà nó chuyện còn này đó đúng cho cái này nó cái tay không có này là này là mình phải làm chứ không có này đâu đã ta nói được mọi người không có chuẩn bị được rồi cái nhà cái này nên ta không có tay đâu ấy là nó không có ấy là ta trong cái này để ta không có tay mà biết bao nhiêu người thì đó và xuất cái này là അങ്ങനെ നമ്മുടെ എലിഫൻറ്റ് ഷോ ഇവിടെ തീർന്നിരിക്കുകയാണ്. ആദ്യത്തെ ടൈഗർ ഷോയെക്കാളും കൂടുതൽ എനിക്ക് ഈ എലിഫൻറ്റ് ഷോ ആണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറേ ചിരിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് കഴിഞ്ഞിട്ടൊരു ഫോട്ടോ സെക്ഷൻ, വീഡിയോസ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയുള്ള ഒരു ടൈം നമുക്ക് തരുന്നുണ്ട് അവർ. അതൊക്കെ തികച്ചും ഫ്രീ ആണ്, ഒരു രൂപ പോലും നമ്മുടെ നിന്ന് മേടിക്കുന്നില്ല. അപ്പം ഫസ്റ്റ് പാർട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എനിക്കൊരു റെസ്പോണ്ടൊക്കെ കിട്ടിയതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പം ഇത് ഭയങ്കര വലിയ, ഇനി 2 ഷോയോട് എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു പാർട്ട് 3 വീഡിയോ ആക്കി ചെയ്യാൻ പോകുക. കാരണം ഈ പാർട്ട് 2 ആണെങ്കിൽ പിന്നെയും ഒത്തിരി വലുതാവും. അപ്പം നിങ്ങൾക്കും കാണുമ്പം മടുക്കും, അല്ലെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കും മടുക്കും. സോ കീപ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.